ഹലോ ഗൈസ്, നമ്മുടെ അടുത്ത സ്റ്റേക്കേഷൻ 8.5 acres വാഗമൺ. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ വേറൊരു വീഡിയോ ചെയ്തിരുന്നു വാഗമണിലെ വേറെ റിസോർട്ടിന്. അപ്പോൾ ഇത് 8.5 acres എന്നുള്ള പറഞ്ഞ റിസോർട്ടാണ്. ഇവിടെ മെയിൻലി ആകെ 5 കോട്ടേജസേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് റിസപ്ഷൻ ഏരിയ. ക്രിസ്മസ് ടൈം ആയത് കാരണം അതിൻ്റെ ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട് ഏരിയയിൽ തന്നെ. നമ്മൾ 5 റൂംസ് പറഞ്ഞാൽ 3 എണ്ണം 2 bedroom വില്ലാസ് ആയിരുന്നു. പിന്നെ 2 എണ്ണം സിംഗിൾ ബെഡ്റൂം റൂംസാണ്. അതിൽ സിംഗിൾ ബെഡ്റൂം വരുന്നത് ഒന്ന് റിസപ്ഷൻ്റെ മുകളിൽ തന്നെയാണ്, പിന്നെ ഒന്ന് അവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ മുകളിൽ. ഇതായിരുന്നു അവരുടെ റിസപ്ഷൻ. റിസപ്ഷൻ്റെ മുകളിൽ തന്നെ ഒരു കോട്ടേജ് ഉണ്ട്. നമ്മൾ ആക്ച്വലി ബുക്ക് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് പൂൾ വെള്ളിയായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 കോട്ടേജസാണ് മൊത്തം ഉള്ളത്. അതിൽ ഈ കാണുന്ന 2 എണ്ണം ഈ ലേറ്റസ്റ്റായി വന്നതാണ്, 1 വർഷത്തെ ആയിട്ടുള്ളൂ. നമ്മൾ ബുക്ക് ചെയ്യുന്നത് നഹർ എന്ന് പറഞ്ഞ കോട്ടേജാണ്. നമുക്ക് കോട്ടേജിനകത്തേക്ക് പോകാം. ഇതാണ് ഫ്രണ്ട് ഹാളിൽ നിന്ന് തന്നെ നേരിട്ട് പൂളിലേക്കുള്ള എൻട്രി ഉണ്ട്. കൂടാതെ 2 സൈഡും ഓരോ ബെഡ്റൂമാണ്. ഇത് ലെഫ്റ്റ് സൈഡിലുള്ള ബെഡ്റൂംസിലേക്ക് വേറെ പുറത്തുനിന്ന് വേറെ എൻട്രൻസ് ഉണ്ട്. ആക്ച്വലി 2 ഫാമിലീസിന് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. കോമൺ ഏരിയ ആയിട്ട് വരുന്നത് ഡൈനിങ്ങും കിച്ചണും ഹാളും. ഇത് റൂമിൻ്റെ ബാൽക്കണി. ഈ ബാൽക്കണിയിലൂടെയും നമുക്ക് ആ പൂൾ ഏരിയയിലേക്ക് പോകാൻ പറ്റും. മീര ഇതവിടുത്തെ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പൂളിലേക്കുള്ള വ്യൂ ആണ്. പിന്നെയും മീര. വാഷ്റൂമും എല്ലാം നല്ല നീറ്റായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ അധികം പഴക്കമില്ല. പറഞ്ഞത് 1 വർഷം അടുത്തായിട്ടുള്ളൂ എന്നാണ്. ഇത് നെക്സ്റ്റ് ബെഡ്റൂം റൈറ്റ് സൈഡിൽ. മീര ഈ റൂം അവൾക്കാണെന്നാണ് പറഞ്ഞത്. അവിടുത്തെ വാഷ്റൂം അതേപോലെ സെയിം ടിപ്പിക്കൽ സിമെട്രിക്കലാണ് 2 റൂംസ്. 2 സൈഡും പുറത്തുനിന്നുള്ള എൻട്രൻസ് വേറെ ഉണ്ട്, ബാൽക്കണി ഉണ്ട്. 2 ഫാമിലീസിന് നല്ല സുഖമായിട്ട് താമസിക്കാൻ പറ്റിയ റൂംസായിരുന്നു. ബാൽക്കണിയിൽ അതേപോലെ സുന്ദർ വ്യൂ. ഇത് ഹോളാണ്, ഡൈനിങ് ഏരിയ. അവിടെ ഓവൻ ഉണ്ടായിരുന്നു, അതുപോലെ ഒരു കെറ്റിലും മിനി ഫ്രിഡ്ജും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇഷ്ടത്തിന് ചായയോ കോഫിയോ എന്താ വെച്ചാൽ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ പൂൾ ഏരിയ. ഈ പൂളിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മളിത് ബുക്ക് ചെയ്തത്. എന്തായാലും നമ്മൾ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉച്ച നേരത്തെ എത്തിയത്. അതുകൊണ്ട് ലഞ്ച് നേരത്തെ അവരോട് പറഞ്ഞു വെച്ചിരുന്നു. നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഇറങ്ങി. ജസ്റ്റ് പുറത്തൊരു വ്യൂ കൂടി എടുത്തു. സംഭവം ഫുള്ള് ഏലക്ക അതേപോലെ കുരുമുളകൊക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഈ ബ്രിഡ്ജിനപ്പുറത്തേക്ക് അവർ ഇനിയും ഓരോന്ന് പ്രോപ്പർട്ടീസ് ഉണ്ടാക്കുന്നുണ്ട്, അടുത്ത് തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് അവരുടെ ഇൻ ഹൗസ് റെസ്റ്റോറൻറ്റ്. അധികം കോട്ടേജസ് ഇല്ലാത്ത കാരണം സൈലൻ്റ് ഏരിയ ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചുകൊണ്ട് അവർ ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നു. എനിക്കൊന്ന് വേറെ ആരും അങ്ങനെ ലഞ്ച് ഓപ്റ്റ് ചെയ്യാത്ത കാരണം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിക്കാനായിട്ട്. അവിടെ ഉണ്ടായിരുന്നത് ഫിഷ് കറി മീൽസ് മാത്രമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിനെല്ലാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇനി പൂൾ ടൈം. നീര് വെള്ളത്തിലിറങ്ങിയപ്പോൾ നല്ല തണുപ്പായിരുന്നു.
പക്ഷേ ഇതിനു വേണ്ടിയാണല്ലോ നമ്മളിത് വന്നത്. പിന്നെ ഒരു 2-3 മണിക്കൂർ മീര ഒരു തവളയായിരുന്നു, പാതി മുങ്ങിയ തവളയെ പോലെ വെള്ളത്തിൽ തന്നെയായിരുന്നു. കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്നു. ഈവനിങ് ടീ. ഈ ടീ കഴിഞ്ഞ ഉടനെ അവിടുന്ന് പിന്നെ ഊണോ കാർഡ്സും അതുപോലെ ലൂഡോവും കളിക്കണമെന്നായിരുന്നു നിർബന്ധം. വീട്ടിലൊന്നും കളിച്ചത് പോരാഞ്ഞ് ടൂർ പോയിടത്തും ഇത് തന്നെയായിരുന്നു പരിപാടി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പ്രോപ്പർട്ടിയുടെ അകത്ത് തന്നെ ഒരു ചെറിയൊരു സ്ട്രീം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. പോകുന്ന വഴിക്കെല്ലാം നല്ല ഏലക്കയായിരുന്നു. കുറച്ച് ദൂരം നടന്നപ്പോഴത്തേന് തന്നെ സ്ട്രീം എത്തി. വെള്ളം കുറവായിരുന്നു. മഴക്കാലത്തൊക്കെ ഇവിടെ ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നതിൻ്റെ വീഡിയോ എല്ലാം യൂട്യൂബിൽ കണ്ടിരുന്നു. എന്നാലും നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ ഇവിടുന്ന് എടുത്തു. പിന്നെ വീട്ടിൽ തന്നെ പൂളുള്ളതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല. നമ്മൾ നേരത്തെ കണ്ട ഡെക്കറേഷൻസ് അങ്ങനെ നമ്മൾ തിരിച്ചു നടന്നു. ഇതാണ് നമ്മുടെ വില്ലയുടെ തൊട്ടടുത്തുള്ള വേറൊരു കോട്ടേജ്. ഞങ്ങൾ പോയ ദിവസം ഇവിടെ ആളില്ലായിരുന്നു. എല്ലാം പ്രൈവറ്റ് പൂൾ വില്ലകളല്ല. എനിക്കൊന്നും അതിൽ പൂളുണ്ടെന്ന് തോന്നുന്നു. പൂള് ജക്കൂസി ഉണ്ടോ ഉണ്ട്. ഒരു സൈലൻ്റ് ഏരിയയാണ്, അധികം ആൾക്കാരില്ല. ഞങ്ങൾ പോയ ദിവസം ബാക്കി എല്ലാ കോട്ടേജസിലും ആളുണ്ടായിരുന്നു, എക്സെപ്റ്റ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കോട്ടേജ് ഒഴികെ. ഇത് നമ്മൾ മുകളിൽ നിന്ന് കണ്ട അതേ സ്ട്രീമാണ്. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു, ഡബിളാ. അത് കഴിഞ്ഞ് രാത്രി ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിക്കുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയിരുന്നു. അപ്പോൾ ലൈറ്റ്സൊക്കെ ഓണായത് കാരണം അതിൻ്റെ ഒരു വീഡിയോ കൂടി നമ്മൾ എടുത്തു. നമ്മൾ പകൽ വന്ന് കണ്ട അതേ ഏരിയ ഇപ്പോൾ ലൈറ്റ്സൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിരുന്നു. ലൈറ്റ് ഇട്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു എല്ലാത്തിനും. ഞങ്ങൾ പോയത് ക്രിസ്മസ് ഈവിനാണ്. ഞാൻ പറഞ്ഞ പോലെ ബാക്കി 4 കോട്ടേജസിൽ ആളുണ്ടായിരുന്നു. എന്നാലും ഒരു സൈലൻ്റ് ആയിരുന്നു. അവരൊരു കേക്കൊക്കെ ഓർഗനൈസ് ചെയ്തിരുന്നു ക്രിസ്മസ് പാർട്ടി ആയിട്ട്. തണുപ്പ് കാരണം കേക്കൊക്കെ കട്ടിയായി. അവിടെ 2 കുട്ടികളുണ്ടായിരുന്നു, ഒന്ന് മീരിയും പിന്നെ വേറൊരു കുട്ടി. 2 പേരും കൂടി കേക്കൊക്കെ മുറിച്ചു വിഷ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. പിന്നെ കുറച്ച് നേരം അവിടെ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് 2 പേരും കളിയായിരുന്നു. ക്യാമ്പ് ഫയർ കഴിഞ്ഞ് നേരെ ഡിന്നറിനാണ് നമ്മൾ പോയത്. അപ്പോൾ ഡിന്നറെല്ലാം കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു. അപ്പോൾ അവർ നമുക്ക് ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് നമുക്ക് ഒരു സാലഡും അതുപോലെ തന്നെ എല്ലാവർക്കും ഫ്രീ ഐസ്ക്രീംസും പ്രൊവൈഡ് ചെയ്തിരുന്നു. ആഹാരം കഴിച്ചെങ്കിൽ പൂള് ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കി, കാരണം നല്ല തണുപ്പായിരുന്നു. ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടി. അതുകൊണ്ട് രാത്രി ജസ്റ്റ് ഒന്ന് നോക്കി എന്നിട്ട് കിടന്നു. അങ്ങനെ അടുത്ത ദിവസം കാലത്ത് എണീറ്റ് ജസ്റ്റ് ഞങ്ങൾ നടന്നു. വലിയ മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും നല്ല തണുപ്പുണ്ടായിരുന്നു ഏരിയ ഫുൾ. രാവിലെ തന്നെ ഞങ്ങൾ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റിന് പൂരി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ദോശ ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ സൈഡും. ഓപ്ഷൻസ് ബ്രേക്ക്ഫാസ്റ്റിന് കുറവായിരുന്നു, പക്ഷേ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉള്ള ഫുഡിന്. അതുപോലെ തന്നെ ബ്രെഡും ഉണ്ടായിരുന്നു നമുക്ക് ടോസ്റ്റ് ചെയ്ത് കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ പിന്നെ 1 മണിക്കൂർ പൂളി കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിയാകുമ്പോഴത്തേനും ചെക്കൗട്ടായി. ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി ആ തോട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് മീരെ പോയി നോക്കി. ആക്ച്വലി പറഞ്ഞാൽ നല്ല സൈലൻറ്റ് സ്റ്റേ ആയിരുന്നു. റൂമിൽ തന്നെ പൂളുള്ളത് കാരണം ഞങ്ങൾ അതിൽ തന്നെയായിരുന്നു മോസ്റ്റ് ഓഫ് ദ ടൈം. എന്തായാലും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡും എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഒരു കാം ആൻഡ് പീസ്ഫുൾ സ്റ്റേക്കേഷൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്യാം. താങ്ക് യു.